ഹലോ, എല്ലാവർക്കും ജാമീസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് വളരെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മുടെ വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മസാല ചിക്കൻ ഫ്രൈ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഒരു ഫുൾ ചിക്കനെ നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ കണ്ടോ ഈ സെൻറ്റർ ഭാഗത്ത് നിന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലേക്ക് പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് നല്ല ഉഷാറായിട്ട് വരും. അപ്പോൾ അതിനായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കത്തി വെച്ച് നമുക്കിതിനെ വരഞ്ഞെടുക്കണം. ഇനി നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കിയാലോ. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ നാരങ്ങ നീര് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ അളവിൽ മതിയാകും. ഇനി 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാവും. വളരെ കുറച്ച് മതി. കണ്ടോ ഇതുപോലെ ആവും. ഇനി നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം നമുക്ക് 1-2 മണിക്കൂറിൽ നന്നായിട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് അരപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്ന എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങിട്ട് കൊടുക്കാം. ഒരു ഫുൾ ചിക്കനല്ലേ ഇടുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള എണ്ണ കണക്കാക്കി വേണം നിങ്ങൾ ഇടാനായിട്ട്. കുറച്ചധികം എണ്ണ വേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് പൊരിച്ചെടുക്കണ്ട, ഒരു ഹാഫ് വേവ് അത്ര മതിയാവും നമ്മുടെ ചിക്കന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈക്ക് യൂസ് ചെയ്ത എണ്ണ തന്നെ യൂസ് ചെയ്യാം. നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിലുള്ള എണ്ണ മതിയാവും. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 4 സവാള ഇടാം. അതുപോലെ തന്നെ 1 തക്കാളി, 2 ടേബിൾ സ്പൂൺ അളവിൽ വരുന്ന ക്യാപ്സിക്കം, 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പകുതി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഈ കറിക്ക് വല്ലാത്തൊരു ടേസ്റ്റ് നൽകും. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി അതുപോലെ തന്നെ ഞാൻ 1 ചിക്കൻ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് നൽകും. അപ്പോൾ അതിനായിട്ടാണ് ചിക്കൻ മാഗി ക്യൂബ് ഇതിൻ്റെ ഉള്ളിൽ ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മാഗി ക്യൂബ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ചിക്കൻ മസാല ഇട്ടാലും മതിയാകും. മസാലയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അതുപോലെ തന്നെ നല്ലൊരു ഗ്രേവി രൂപത്തിൽ വരും. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതിനെ ഒന്ന് അടച്ച് ഒരു 3 മിനിറ്റ് വരെ ചിക്കനും ഗ്രേവിയുമായിട്ട് ചേരും വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമുണ്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചിക്കൻ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വെറൈറ്റി കുക്കിംഗ് റെസിപ്പിയുമായി വരും വരെ ബൈ ബൈ.